ഡൽഹി മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപണവുമായി ഇ.ഡി. മാങ്ങയും മധുരവും കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്താനാണ് കെജ്രിവാളിൻ്റെ ശ്രമമെന്നാണ് ഇ.ഡി. കോടതിയിൽ ആരോപിച്ചത്. പ്രമേഹ രോഗിയാണ് കെജ്രിവാൾ. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം തരപ്പെടുത്താനാണ് കെജ്രിവാളിൻ്റെ ശ്രമം, ഇ.ഡി. കോടതിയിൽ പറഞ്ഞു. ഇതിനായി പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും നിരന്തരം കഴിക്കുന്നുണ്ടെന്നും ഇ.ഡി. കോടതിയെ അറിയിച്ചു. ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിലൂടെ കൺസൾട്ടേഷനും നിരന്തരം രക്തപരിശോധന നടത്തുന്നതിനും അനുമതി തേടി കെജ്രിവാൾ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയാണ് ഇ.ഡിയുടെ അഭിഭാഷകൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം നൽകാൻ കോടതി അനുമതി നൽകിയിരുന്നു. ഉയർന്ന പ്രമേഹമുണ്ടെന്ന കെജ്രിവാളിൻ്റെ അപേക്ഷ പരിഗണിച്ചായിരുന്നു കോടതി ഈ ഇളവ് അനുവദിച്ചത്. എന്നാൽ പ്രമേഹം കൂട്ടുന്നതിന് കെജ്രിവാൾ മാങ്ങ കഴിക്കുകയും ചായയിൽ പഞ്ചസാരയിട്ട് കുടിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇ.ഡി. കോടതി അറിയിച്ചത്. ജയിൽ അധികൃതരിൽ നിന്നാണ് ഇക്കാര്യം തങ്ങൾ മനസ്സിലാക്കിയതെന്നും ഇ.ഡി. കോടതി അറിയിച്ചു. കെജ്രിവാളിൻ്റെ ഡയറ്റ് ചാർട്ടും ഇ.ഡി. കോടതിക്ക് കൈമാറി. എന്നാൽ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് ഇ.ഡി. ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ആരോപിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയിരുന്നു. ഈ മാസം 23 വരെയാണ് കോടതി കസ്റ്റഡി നീട്ടിയത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്ര ഏജൻസികൾ വഴി തന്നെയും പാർട്ടിയെയും വേട്ടയാടുകയാണ് എന്നുമാണ് കെജ്രിവാളിൻ്റെ വാദം. ഈ വാദം കോടതി തള്ളി. ഇതേ വിഷയം പറഞ്ഞ് സുപ്രീം കോടതിയിൽ കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി ഇ.ഡിക്ക് നോട്ടീസ് അയച്ചു. മറുപടി നൽകാൻ ഇ.ഡിക്ക് ഒരാഴ്ച സാവകാശം നൽകിയതായും കോടതി അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മാർച്ച് 21-നാണ് ഇ.ഡി. അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 9-ന് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിൻ്റെ അറസ്റ്റ് ശരിവെച്ചു. കെജ്രിവാൾ 9 സമൻസുകൾ ഒഴിവാക്കുകയും അന്വേഷണത്തിൽ ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തതിനെ കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തു. 2021-22 ഡൽഹി സർക്കാരിൻ്റെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്നാണ് ഇ.ഡി. ആരോപണം. കെജ്രിവാളിൻ്റെ മറ്റ് സഹപ്രവർത്തകരായ മനീഷ് സിസോദിയ, സത്യേന്ദർ ജെയിൻ എന്നിവരും ഇതേ കേസ് ജയിലിലാണ്. ഈ മാസം ആദ്യം എ.എ.പിയുടെ രാജ്യസഭാ എം.പി സഞ്ജയ് സിംഗ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടിയതിനു ശേഷം പുറത്തിറങ്ങിയിരുന്നു.